Morning friends. Today's class we are going to discuss about pro-stereoisomerism. Pro-stereoisomerism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a method used for distinguishing between identical ligands even though it is bonded to the same atom. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൽ തന്നെ നമുക്ക് കാർബണിൽ തന്നെ സെയിം ഹൈഡ്രജൻസ്, ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് CH3I, അപ്പോൾ നമുക്ക് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്. അതിൽ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്, മൂന്നും identical ആണെന്ന് നമുക്ക് തോന്നും. But they are stereochemically it is a non-equivalent. How we can distinguish their topological behavior, that is we are discussing in the pro-stereoisomerism. അപ്പോൾ pro-stereoisomerism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ identical ആയിരിക്കും, but if we are substituting this identical atoms by some other groups, it can result in enantiomers, diastereomers, etc. like that. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇനാൻഷിയോമേഴ്സ് ആണോ ഡയസ്റ്റീരിയോമേഴ്സ് ആണോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് pro-stereoisomerism എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ഡിസ്റ്റിംഗ്വിഷിംഗ് ബിറ്റ്വീൻ ലിഗാൻഡ്സ് even though it is bonded to the same atom may be topologically different. Same ligands same ആറ്റത്തോടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, but topologically it is different. Thus in a compound, enantiotopic and diastereotopic atoms, groups and phases are there. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മോളിക്യൂളിൽ ഡയസ്റ്റീരിയോടോപ്പിക് ആണ്, ഇനാൻഷിയോടോപ്പിക് ആണ്, ഹോമോടോപ്പിക് ആയിരിക്കാം. അപ്പോൾ ആറ്റംസ്, ഗ്രൂപ്പ്സ്, ഫേസസ് അതിനകത്തുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ കൺസിഡറിങ് acetic acid. അപ്പോൾ ഫോർ എക്സാമ്പിൾ if you are taking acetic acid നമുക്ക് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ലേബൽ ചെയ്തിട്ടുണ്ട്, HA and HB. മൂന്നാമത്തത് ലേബൽ ചെയ്തിട്ടില്ല. അപ്പോൾ മുകളിലോട്ടും താഴോട്ടും നിൽക്കുന്ന ഹൈഡ്രജൻ ആറ്റംസിനെ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ ഗ്രൂപ്പ് ഈസ് COH. ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ദിസ് acetic acid along this axis, അതായത് നമ്മളിപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് COHന്റെ കൂടെ കടന്നു പോകുന്ന ഈ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആക്സിസിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ we will get the same appearance like this. അപ്പം 120 ഡിഗ്രി ആണ്, നമ്മൾ 180 ഡിഗ്രി അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, 120 ഡിഗ്രി ആണ്. സോ HB എന്ന് പറയുന്ന പുറകോട്ട് പോവുകയും HA എന്ന് പറയുന്ന താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിൽക്കുന്ന മൂന്ന് ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് HB ബാക്കിലോട്ടും HA താഴോട്ടും, ലേബൽ ചെയ്യാത്ത ഹൈഡ്രജൻ മുകളിലോട്ടും വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. സോ ദിസ് ത്രീ ഹൈഡ്രജൻസ് ആർ സ്റ്റീരിയോകെമിക്കലി ഈക്വലന്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ അതിനൊന്നും തിരിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ സ്റ്റീരിയോകെമിക്കലി ഈക്വലന്റ്, or they can be called as homotopic ligands എന്ന് പറയാം. Okay, they cannot be they are indistinguishable from each other. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും എന്തെങ്കിലും സിമെട്രി ഓപ്പറേഷൻസ് പെർഫോം ചെയ്താലും നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു ദ ഒറിജിനൽ വൺ. ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഹോമോടോപ്പിക് ലിഗാൻഡ്സ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഹോമോടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, next is the acetone. നമ്മൾ എടുത്തിട്ടുള്ളത് acetone ആണ്. So here we are having two methyl groups. രണ്ട് methyl groups വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ methyl group എന്ന് പറയുന്നത് രണ്ട് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. സോ ഇവിടെ methyl group, ഇവിടെ അസറ്റോണിനാണെങ്കിൽ അപ്പർ ഫേസും ലോവർ ഫേസും ആണുള്ളത്. നമുക്ക് ഈ അസറ്റോണിന്റെ മുകൾ ഭാഗത്ത് നിന്നും ഒബ്സർവ് ചെയ്യാം, താഴ്ഭാഗത്ത് നിന്നും ഒബ്സർവ് ചെയ്യാം. നമ്മൾ 180 ഡിഗ്രി ഈ ആക്സിസ് കൂടെ തന്നെ 180 ഡിഗ്രി നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get the structure like this. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു ദ ഒറിജിനൽ വൺ. സോ ഇറ്റ് ഈസ് കാൾഡ് ഹോമോടോപ്പിക് ഫേസസ്. അപ്പം രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ഹോമോടോപ്പിക് ഫേസസ്. അപ്പം നേരത്തെ കേസിൽ നമ്മുടെ ലിഗാൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും വി ഗെറ്റ് ദ ഐഡന്റിക്കൽ വൺ. സോ ഇറ്റ് ഈസ് കാൾഡ് ഹോമോടോപ്പിക് ലിഗാൻഡ്സ്. ഇവ നമ്മൾ എടുക്കുന്ന ഒരു ട്രൈഗണൽ ഷേപ്പാണ്. ഇവിടെ നമുക്ക്
അതിന്റെ അപ്പർ ഫേസും ലോവർ ഫേസും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും സെയിം മോളിക്യൂൾ തന്നെ കിട്ടും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഹോമോടോപ്പിക് ഫേസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തോന്നാണ് ഈ ടോപ്പിസിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ ടോപ്പിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെയിം ഗിവൺ ടു ദ റിലേഷൻഷിപ്പ് വിത്തിൻ ദ മോളിക്യൂൾ ആൻഡ് it can be gainfully tested by the substitution rule. So it is the name given to the relationship within the molecule and it can be tested by the substitution rule. Substituting two or more groups by a test group. അപ്പോൾ ടോപ്പിസിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഉള്ളത് ഹോമോടോപ്പിക് ലിഗാൻസ്, ഒരേപോലത്തെ ലിഗാൻസ് ആണെങ്കിൽ നമുക്ക് അത് ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഗീവിങ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ ലിഗാൻസിനെ മാറ്റിയിട്ട് നമ്മളിപ്പം പുതിയ ഗ്രൂപ്പ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇനാൻഷ്യോമർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയസ്റ്റീരിയോമർ ആയിരിക്കും. അപ്പോൾ ടോപ്പിസിറ്റി എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ അത് ഇനാൻഷ്യോ അല്ലെങ്കിൽ രണ്ട് തവണ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ അസറ്റോണിന്റെ കേസ് എടുക്കാൻ നമ്മൾ ലോവർ സൈഡിൽ നിന്നും അപ്പർ സൈഡിൽ നിന്നും അഡീഷൻ നടത്തും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അസറ്റിക് ആസിഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓരോ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, വെദർ ഇറ്റ് ഈസ് എൻ ഇനാൻഷ്യോമർ ഓർ ഡയസ്റ്റീരിയോമർ, ആ റിലേഷനെയാണ് നമ്മൾ ടോപ്പിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ആൾ അതർ ലിഗാൻസ്. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള ലിഗാൻസിനെ കാട്ടിയും ഡിഫറെന്റ് ആയിട്ടുള്ള ലിഗാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ എടുത്ത അസറ്റോണിന്റെ കേസിൽ നമ്മൾ മീഥൈൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് ജി എന്ന ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ദെൻ ഇറ്റ് ബിക്കംസ്, ഇവിടെ നമുക്ക് കാണാം ജി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ഇവിടെ കൊണ്ടുവന്നു, മീഥൈൽ അവിടെ തന്നെയുണ്ട്, ജി അവിടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൊണ്ടുവരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണോ അത് തരുന്നത് അതിനെയാണ് നമ്മൾ, ചിലപ്പോൾ സ്റ്റീരിയോ ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോടോപ്പിക് ആയിരിക്കും, ഇല്ലെങ്കിൽ എനാൻഷ്യോ ടോപ്പിക് ആയിരിക്കും. അപ്പം ആ ഒരു പെർഫോമൻസിനെയാണ് നമ്മൾ ടോപ്പിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കിട്ടുന്നത് ഐഡന്റിക്കൽ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇനാൻഷ്യോ ടോപ്പിക് ആറ്റംസ് ആൻഡ് ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. ഇനാൻഷ്യോ ടോപ്പിക്, അപ്പം നേരത്തെ പറഞ്ഞത് നമ്മൾ ഹോമോടോപ്പിക് ലിഗാൻസ്, ഹോമോടോപ്പിക് ഫേസസ്. അപ്പം ടോപ്പിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഐഡന്റിക്കൽ ലിഗാൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി വി ആർ ഐഡന്റിഫൈങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദിസ് ലിഗാൻ വിത്തിൻ ദ മോളിക്യൂൾ. ആ ലിഗാൻസിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ടോപ്പിസിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ടോപ്പിസിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മീഥൈൽ അയഡൈഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഹിയർ വി ആർ ടേക്കിംഗ് മീഥൈൽ അയഡൈഡ് ഓർ ഐഡോമീഥേൻ ആസ് ദ എക്സാമ്പിൾ. അപ്പോൾ നമുക്കിവിടെ കാണാം മീഥൈൽ ഇറ്റ് ഈസ് ഹാവിംഗ് 3 hydrogens 1, 2 and 3 and these 3 hydrogens are identical. So it is called homotopic ligands. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് ഹോമോടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് one of the hydrogen by a chlorine atom. അപ്പോൾ ഒരു ഹൈഡ്രജൻ നമ്മൾ ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഹാവിംഗ് 2 hydrogen atoms 1 and 2. Here also these 2 hydrogens are indistinguishable and are homotopic. അപ്പോൾ ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് ഇന്റേണൽ ആയിട്ട് കിട്ടിയിട്ടില്ല. 2 hydrogen atoms സെയിം തന്നെയാണ്. സോ ഹിയർ ആൾസോ 2 hydrogens are similar. എന്നാൽ നെക്സ്റ്റ് കേസ് നമുക്ക് ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിലെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഫ് യു ആർ റീപ്ലേസിങ് H1 ബൈ ബ്രോമിൻ Br1, സോറി ബ്രോമിൻ 1 നമ്മൾ ലേബിൾ ചെയ്ത് H1 റീപ്ലേസ് ചെയ്ത് Br വരുന്നത് കൊണ്ടാണ് Br1 എന്ന് നമ്മൾ ലേബിൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ Br സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ന്യൂ റിലേഷൻഷിപ്പ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് H1 മുകളിലോട്ടാണ്, സോ H1 റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ക്ലോറിൻ, അയഡിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ നോമൻക്ലേച്ചറിന്റെ റൂൾസ് അനുസരിച്ച്, അതായത് CIP റൂൾ അനുസരിച്ച് നമുക്ക് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയഡിൻ ഇസ് ഹാവിംഗ് ഫസ്റ്റ് പ്രയോറിറ്റി,
bromine second, and chlorine is third, and hydrogen is at the vertical position. So hydrogen is at the fourth position. And if rotate നോക്കുകയാണെങ്കിൽ, it is having anti-clockwise direction. So it is having S configuration. Okay. If you are replacing H2 by bromine, രണ്ടാമത്തെ ഹൈഡ്രജനെയാണ് നമ്മൾ, അപ്പോൾ ഫസ്റ്റ് H1 ഒന്നും ചെയ്യുന്നില്ല ആൻഡ് H2നെ മാത്രമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് നേരത്തെ പോലെ തന്നെയാണ് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ നമ്പറിംഗ് കൊടുക്കുകയാണെങ്കിൽ അയഡിൻ, ബ്രോമിൻ ആൻഡ് ക്ലോറിൻ. ഹിയർ ഇറ്റ് ഈസ് ഹാവിങ് R configuration. R configurationലാണ് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് R configuration. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ, if you are replacing any one of the hydrogens from this chloroiodomethane, നമുക്ക് ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ we are getting S configuration, and if we are replacing another we are getting R configuration. So RS configuration relation എന്ന് പറഞ്ഞാൽ they are enantiomeric. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് enantiomers ആണ്. Okay. So enantiomers are formed on bromine substitution. So ligands which yields enantiomers on application of substitution are called enantiotopic. അപ്പോൾ enantiomers ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സ്പീഡിൽ വന്ന മിസ്റ്റേക്സ് ആണ്, സോറി. അപ്പോൾ enantiomers ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എങ്കിൽ, then we can label that ligands as എന്താണ് enantiotopic ligands എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഹൈഡ്രജനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദേ ആർ കാൾഡ് ഹോമോടോപ്പിക്. ഇഫ് യു ആർ റീപ്ലേസിംഗ് എനി വൺ ഓഫ് ദ ഹൈഡ്രജൻസ് and the result is enantiomers, then we can say that ligands as enantiotopic. അപ്പം that is their internal relationship. ആറും എസും ആണ് നമുക്ക് കോൺഫിഗറേഷൻ കിട്ടുന്നതെങ്കിൽ that is their internal relationship. They are internally related as enantiomers. അപ്പോൾ അതിനെയാണ് നമ്മൾ enantiotopic ligands എന്ന് പറയുന്നത്. ഓക്കെ. ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. So this is another example. ഇത് നമുക്ക് പറയുന്നത് onto dichlorocyclopropane ആണ്. അപ്പം trans dichlorocyclopropane ആണ് this one. This is trans dichlorocyclopropane. ട്രാൻസ് ഡൈക്ലോറോസൈക്ലോപ്രോപ്പൈൻ ആണ്. ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റംസ് ഓൺ C1 ആൻഡ് C2 ആർ ഹോമോടോപ്പിക്. അപ്പം നമുക്ക് ഇവിടെ കാണാം, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ദേ ആർ ഹോമോടോപ്പിക്. ഇത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഫോമാണ് ഇത്. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ കൊണ്ടുവരികയാണെങ്കിൽ ഒരു കൈറൽ സെന്റർ ഡെവലപ്പ് ചെയ്യും. ബട്ട് ദേ ആർ ഐഡന്റിക്കൽ ആണ്. നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള ചിറാൾ മോളിക്യൂൾ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദീസ് ഹൈഡ്രജൻസ് ആർ സെഡ് ടു ബി ഹോമോടോപ്പിക്. ഓക്കെ. നെക്സ്റ്റ് ഇസ് പ്രോകൈറാലിറ്റി. പ്രോകൈറാലിറ്റി എന്ന് പറയുന്നത് it is a replacement of one pair of enantiotopically related group by a different group. അപ്പോൾ enantiomers ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. ആ enantiotopic റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ എ ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ there arises a chiral center. The original center is called prochiral. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ കേസിൽ നമ്മൾ ഏതാണ് മീഥേൻ്റെ ഈ കേസിൽ നമ്മൾ ക്ലോറോ അയഡോ മീഥേൻ എടുത്തിട്ട് അതിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നോക്കി. അപ്പോൾ നമുക്ക് ഇനാൻഷിയോമേഴ്സ് കിട്ടിയ ഇനാൻഷിയോടോപ്പിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ കൈറാൾ സെന്ററാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇനിഷ്യലി എടുക്കുന്ന മോളിക്യൂളിന്റെ കാർബണിനെയാണ് നമ്മൾ പ്രോ കൈറാൾ എന്ന് പറയും.
Okay, original center നമ്മൾ prochiral എന്ന് പറയും. The hydrogen of the methylene group in ethanol are replaced by deuterium creates a chiral center. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് എത്തനോൾ ആണ്. ഓക്കെ, CH3CH2OH. അപ്പോൾ ഇവിടുത്തെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് നടുക്കത്തെ കാർബണിൽ. ഇഫ് എനി വൺ ഓഫ് ദ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂറ്റീരിയം, നമ്മൾ ഡ്യൂറ്റീരിയം ആണ് റീപ്ലേസ് ചെയ്തത്. സോ പ്രയോറിറ്റി റൂൾ നോക്കുകയാണെങ്കിൽ 1 2 3. So 1 2 3. So hydrogen is not in the vertical position. Anti-clockwise ആണ് നമുക്ക് കിട്ടിയത്. So we can take the reverse. So it is a R configuration. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഏത് ഹൈഡ്രജനാണ്? ഇപ്പോൾ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, അതിനെ ലേബൽ ചെയ്യാം A എന്നും H എന്നും HB എന്നും. സോ HB റീപ്ലേസ് ചെയ്ത് ഡ്യൂറ്റീരിയം വന്നു കഴിഞ്ഞപ്പോൾ വി ഗെറ്റ് R കോൺഫിഗറേഷൻ. സോ നമ്മൾ ഏത് ഹൈഡ്രജനെയാണോ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഡ്യൂറ്റീരിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് R കോൺഫിഗറേഷൻ കിട്ടിയത്, ആ ഹൈഡ്രജനെ നമുക്ക് പ്രോ R എന്ന് പറയാം. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ സെക്കൻഡ് ഹൈഡ്രജൻ HAനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് HA മാറ്റിയിട്ട് ഡ്യൂറ്റീരിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മൾ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുകയാണെങ്കിൽ 1 2 and 3. So 1 2 3 is having clockwise direction. Since H is not in the vertical position, we can take the opposite. So it is having S configuration. അപ്പോൾ ഏത് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണോ B കൊണ്ടുവന്നപ്പോൾ നമുക്ക് S configuration കിട്ടിയത്, then we can say that hydrogen as pro S. If we are substituting any one of the hydrogen and the configuration and നമ്മൾ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? Substituted by a new group which is having higher priority than hydrogen. അപ്പോൾ ഹൈഡ്രജനെ കാട്ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഹയർ പ്രയോറിറ്റി ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, then we can call that hydrogen as pro S configuration. It is having pro S, and if you are replacing hydrogen and the configuration assigned is to have a S type, then we can call that hydrogen as pro S. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രോ R ആണ് കിട്ടുന്നതെങ്കിൽ we can call that hydrogen as pro R, and നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന configuration if it is S, we can call that hydrogen as pro S. Okay, and the center, the original center is called prochiral center. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് chiral center കിട്ടുന്നത് കൊണ്ട് we can call that original center as prochiral. So that is prochirality. So I hope you understood this. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ prochirality എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് R കോൺഫിഗറേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് പെയ്ഡും പ്രീ പെയ്ഡും ഒക്കെ ഒന്നും പറയുന്നില്ല നേരത്തെ ചെയ്യുന്നത്. അപ്പം മുമ്പ് അതെന്തായിരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഒരു പറയുന്ന പേരാണ് പ്രോ R അല്ലെങ്കിൽ പ്രോ S. അപ്പോൾ prochirality എന്ന് പറയുന്നത് നമുക്ക് ഫേസസിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ഇനാൻഷിയോടോപ്പിക് ഫേസസ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് അസെറ്റാൽഡിഹൈഡ് ആണ്. അസെറ്റാൽഡിഹൈഡിൽ ഡ്യൂറ്റീരിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആഡ് ഇറ്റ് ഫ്രം ദ അപ്പർ സൈഡ് ഓർ വി ക്യാൻ ആഡ് ഇറ്റ് ഫ്രം ദ ലോവർ സൈഡ്. രണ്ട് ഫേസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. അപ്പർ സൈഡിൽ നിന്നാണ് നമുക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ it will be like this. Okay, and if it is from lower side it will be like this. C will be here, D, OD here,
hydrogen is here and CH3. It is having reverse structure. Addition എന്ന് പറയുന്നത് നമുക്ക് it can be done from upper side or from lower side. The two faces of the molecules are not equivalent. അപ്പോൾ ഈ unequal ആണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ addition ചെയ്ത് കാണിച്ചത്. But they are enantiotropic because chirality can be developed by addition to a phases. അപ്പോൾ നമ്മൾ add ചെയ്യുമ്പോഴത്തേക്ക് chirality ആണ് develop ചെയ്യുന്നത്. So addition to one phase give R alcohol and while addition to other gives S alcohol. അപ്പോൾ one is R alcohol ഒന്ന് S alcohol ആണ്. So they are related with each other as enantiomers. So they are enantiotopic phases. അപ്പോൾ enantiotopic phasesന് example ആണ് ഈ പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ ഇതിന് മുമ്പത്തെ ഒറിജിനൽ സെന്ററിനെ നമുക്ക് പ്രോ-കൈറാൾ സെന്റർ എന്ന് പറയാം. ഓക്കെ, പ്രോ-കൈറാൾ, പ്രോ-ആർ, പ്രോ-എസ് ഈ ടേംസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. അതുപോലെ അതിന്റെ എക്സാമ്പിളും പറഞ്ഞു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇനാൻഷിയോടോപ്പിക് ഫേസസ് അത് നമുക്ക് ട്രൈഗണൽ സെന്റൻസിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് രണ്ട് ഫേസസ് ഉണ്ട്. ഏതാണ് നമുക്കിവിടെ എടുത്ത എക്സാമ്പിൾ അസറ്റാൽഡിഹൈഡ് ആണ്. അസറ്റാൽഡിഹൈഡ് അപ്പർ ഫേസും ലോവർ ഫേസും അൺഈക്വൽ ആണെന്നുള്ളത് നമ്മൾ അഡിഷൻ വഴി പ്രൂവ് ചെയ്തതാണ്. വി ആർ ഗെറ്റിംഗ് ആൽക്കഹോൾസ്, enantiomeric alcohols. One is R configuration and other is S configuration. And since we are getting enantiomers, we can say they are enantiotopic. Enantiotopic phases ആണ് ഇവിടെ. ഓക്കെ, ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കേസസ് ആണ് E2 ബ്യൂട്ടീൻ അഡീഷനിൽ നമുക്ക് ഇനാൻഷിയോമേഴ്സ് കിട്ടും. അതുപോലെ Z2 ബ്യൂട്ടീൻ എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹോമോമേഴ്സ് കിട്ടും. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് ഫേസസിന് നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേക്കും ആർ എന്നും എസ് എന്ന് പ്രോ ആർ പ്രോ എസ് എന്ന് പറയാറില്ല. അതിന് പകരം നമ്മൾ റീ ആൻഡ് സൈ ഫേസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് if we are observing the ligands arranged in the clockwise direction, we can say it has a re phase, and if it is in the anti-clockwise direction, we can say it has a psi configuration. Psi phase, re phase ഉം psi phase എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ ഫേസസ് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ നോക്കുമ്പോഴും താഴെ നോക്കുമ്പോഴത്തേക്കും ലിഗാൻസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ അപ്പർ ഫേസിൽ ആണെങ്കിൽ ചിലപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കാം. സോ വി ക്യാൻ നെയിം ദാറ്റ് ഫേസ് ആസ് റീ ഫേസ്. അപ്പോൾ താഴെ നോക്കുമ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വി ക്യാൻ നെയിം ദാറ്റ് ഫേസ് ആസ് സൈ ഫേസ്. അപ്പോൾ റീ മീൻസ് rectus and psi means sinister. അപ്പോൾ ട്രൈഗണൽ മോളിക്യൂൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ കാർബൺ ബോണ്ടേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഒരു ഫേസ്. അപ്പോൾ ഇതേപോലത്തെ എക്സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് മലീക് ആസിഡും ഫ്യൂമറിക് ആസിഡും ആണ് എക്സാമ്പിൾസ്. അപ്പോൾ മലീക് ആസിഡ് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മലീക് ആസിഡ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. COH ഗ്രൂപ്പ് ബോത്ത് ആർ ഇൻ ദ ലോവർ സൈഡ് ആൻഡ് COH ഗ്രൂപ്പ് ബോത്ത് ആർ ഇൻ ദ അപ്പർ സൈഡ്. ഓക്കെ, ദിസ് ഇസ് മലീക് ആസിഡ്. അപ്പോൾ മലീക് ആസിഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് COH, സെക്കൻഡ് ഈസ് ഹിയർ ആൻഡ് തേർഡ് ഈസ് ഹിയർ. 1 2 3. So it is in the anti-clockwise direction, so it can be psi. Here 1 2 and 3 here. So 1 2 3. It is having clockwise direction, so it is a re phase, psi and re phase. ഇവിടെയാണെങ്കിൽ 1 2 and 3. So 1 2 3 here it is in the clockwise direction, so it is a re phase. 1 2 and 3 here, so it is in the anti-clockwise direction, so it is having psi configuration. അപ്പോൾ ഈ മലീക് ആസിഡിന്റെ രണ്ട് ഫോംസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൈ റീ അല്ലെങ്കിൽ റീ സൈ കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്.
നമ്മൾ ഇനിയിപ്പോൾ ഫ്യൂമറിക് ആസിഡ് ആണ് എടുക്കുന്നതെങ്കിൽ സോ ഫ്യൂമറിക് ആസിഡ് ദ COH group both are in the opposite direction. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ 1, 2 and 3. സോ it is 3. അതുപോലെ 1, 2 and 3. It is also 3 അല്ല psi. And this side also psi. And here for assigning the configuration 1, 2 and 3 is having reconfiguration 1, 2 and 3. So this also is having reconfiguration. So fumaric acid, it is having psi or configuration. ഇങ്ങനെയാണ് നമ്മൾ നെയിം അസൈൻ ചെയ്യുന്നത്. ഫോർ ഫേസസ് റിയും സൈയും പറയുള്ളൂ. ഫോർ ലിഗാൻസ് ആണ് നമ്മൾ പറയുന്നത് പ്രോ ആർ പ്രോ എസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഡയസ്റ്റീരിയോടോപ്പിക് ആറ്റംസ് ഗ്രൂപ്പ്സ് ആൻഡ് ഫേസസ് ആണ്. അപ്പോൾ ഡയസ്റ്റീരിയോടോപ്പിക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ന്യൂ ഗ്രൂപ്പ് ഇഫ് യു ആർ ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ദ റിസൾട്ട് ഈസ് എ ഡയസ്റ്റീരിയോമർ, ദെൻ വി ക്യാൻ സേ ദ ഗ്രൂപ്പ് ഈസ് ഹാവിംഗ് ഡയസ്റ്റീരിയോടോപ്പിക് റിലേഷൻ. അപ്പോൾ in this example we are taking 1,2-dichloropropane as an example. അപ്പോൾ 1,2-dichloropropane example second carbon we are having 2 hydrogen atoms, hydrogen 1 and hydrogen 2. So if we are replacing any one of these hydrogens by any group, any higher priority group, we will get diastereomer. Okay. അതുപോലെ chloroethylene second example പറയുന്നത് chloroethylene. ഇവിടെയും carbon is having 2 hydrogen H and HB, and if you are replacing any one of the hydrogen by H or HB by any new group, resulting in E and Z configuration, അല്ലെങ്കിൽ E and Z diastereo isomers ആണ് നമുക്ക് കിട്ടുന്നത്. So they are called HA and HB. It is called diastereotopic ligands. അപ്പോൾ അതിനെയാണ് നമ്മൾ diastereotopic ligands എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബൺ ബിയറിംഗ് ദിസ് ഹൈഡ്രജൻസ് ഈസ് കോൾഡ് പ്രോ അക്കൈറൽ സെന്റർ. മറ്റേത് പ്രോ കിറാൾ ആണെങ്കിൽ ദിസ് ഈസ് പ്രോ അക്കൈറൽ, because there is no element of chirality here. അപ്പോൾ ഇവിടെ chirality ഫോം ചെയ്യാനുള്ള വേറെ ചാൻസും ഇല്ലാത്തത് കാരണം നമ്മൾ അതിനെ പ്രോ അക്കൈറൽ സെന്റർ എന്നാണ് പറയുന്നത്. So these are the method for labeling diastereotopic atoms. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇനാൻഷിയോടോപ്പിക് ഫേസസ് പോലെ തന്നെയാണ് ഡയസ്റ്റീരിയോടോപ്പിക് ഫേസസ് എന്ന് പറയുന്നത്. Compound having diastereotopic phases എന്ന് പറഞ്ഞാൽ if addition to each field yields diastereoisomers, then they are called diastereotopic phases. Okay. അതുപോലെ നമുക്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് diastereotopic groups എന്ന് പറയുന്നത് if the groups are replaced by any other groups and the result is the formation of a diastereoisomer, then we can say it is having diastereotopic groups. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക. ഡയസ്റ്റീരിയോടോപ്പിക്, ഇനാൻഷിയോടോപ്പിക്, ഹോമോടോപ്പിക് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് if it is having enantiomeric relationship, then we can say that group is the ligands are said to be enantiotopic. And if you are replacing the atoms or groups and the result is a diastereoisomers, then we can say it is a diastereotopic. അപ്പോൾ അങ്ങനെയാണ് ഡയസ്റ്റീരിയോടോപ്പിക് ലിഗാൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയസ്റ്റീരിയോടോപ്പിക് റിലേഷൻ എന്ന് പറയും. ഇനാൻഷിയോടോപ്പിക് ആൻഡ് ഇനാൻഷിയോമെറിക് ഫേസസ്, ഇനാൻഷിയോടോപ്പിക് ഫേസസും ഉണ്ട്, ഗ്രൂപ്പ്സും ഉണ്ട്, ലിഗാൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫേസസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയഗണൽ, അതായത് ആൾഡിഹൈഡ് പോലെ അല്ലെങ്കിൽ അസെറ്റ് ആൾഡിഹൈഡ് പോലുള്ള കാർബണൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിലാണ് നമ്മൾ ഫേസസ് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഇനാൻഷിയോടോപ്പിക് ഫേസസിലും ഉണ്ട്, അതുപോലെ ഡയസ്റ്റീരിയോടോപ്പിക് ഫേസസും ഉണ്ട്. ലിഗാൻസ് ആണെങ്കിൽ ഇനാൻഷിയോടോപ്പിക് ലിഗാൻസും ഉണ്ട്, ഡയസ്റ്റീരിയോടോപ്പിക്
ലിഗാൻസും ഉണ്ട്. അപ്പം സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇനാൻഷ്യോമർ റിസൾട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കൈറാലിറ്റി വേണം. സോ ആ സെൻറ്ററിനെ നമ്മൾ പ്രോ അക്കൈറാൽ എന്നാണ് ഒറിജിനൽ സെൻറ്ററിന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഡയസ്റ്റീരിയോടോപ്പിക് കേസസിലാണെങ്കിൽ അതിനെ നമ്മൾ പ്രോ അക്കൈറാൽ സെൻറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.